ഒമേഗ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് തോട്ടക്കര ഭാഗത്തുള്ള സ്ഥലമാണ്. അതിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അതിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഈ വീടിൻ്റെ റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്, വീതിയായിട്ടുള്ള രീതിയിലുള്ള റോഡാണ്. ഇതാണ് വീട്, ഫ്രണ്ട് പോർഷനാണ്. ഗേറ്റ്, രണ്ട് നല്ല വീടാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകളിൽ അപ്സ്റ്റെയറിലേക്ക് ഉള്ളിടത്ത് ഹാൻഡിലൊക്കെ വെച്ച് പണിതിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഈ ഇതെല്ലാം ഉണ്ട്. 27 സെന്റ് സ്ഥലം മൊത്തത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാണ്. നമുക്ക് 11.5 സെന്റ് സ്ഥലവും വീടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നോക്കാം. അതല്ല 27 സെന്റ് സ്ഥലമാണെങ്കിൽ 27 സെന്റ് സ്ഥലവും നോക്കാം. അതിൻ്റെ അതിരുകൾ ഇവിടെ നമുക്ക് കാണാം. മറ്റേ കമ്പിവേലി കാണാം. ഈ ചടച്ചി ഇതിൽ വരും അല്ലേ? ഈ വലിയ ചടച്ചിയൊക്കെ ഇതിൽ വരുന്നതാണ്. ചടച്ചി മരം, വമ്പനൊരു ചടച്ചി മരമൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ മൂല വരെ വരുന്നുണ്ട്, തൊട്ട് ചേർന്ന് ഈ മല വരുന്നുണ്ട്. ഈ മൂച്ചയൊക്കെ ഇതിൽ വരുന്നതാണ്. പോർഷനാണ്. ഇതിൽ ഫുള്ള് വുഡൻ വർക്കിലുള്ളതാണ്. അപ്പോൾ മൊത്തം നമുക്ക് 27 സെന്റ് സ്ഥലവും 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ഉൾഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഫുൾ വുഡൻ വർക്കാണ്. വുഡൻ വർക്കിലാണ് ഫുള്ള് ചെയ്തേക്കുന്നത്. മണിച്ചിത്രത്താഴൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊക്കെ വീടുകളുണ്ട്. നമുക്ക് ഉള്ളിലത്തെ പോർഷൻ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറാം. അത് നമ്മളെ ഷോക്കേഴ്സൊക്കെ അതേമാതിരി നല്ല രീതിയിൽ മയിലിൻ്റെ ഇതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അല്ലേ? മയിലല്ലേ? ഇത് കൊത്തി വെച്ചിട്ടുണ്ട്. അല്ലാതെ വുഡൻ ഇത് തന്നെയല്ലേ? തേക്കിൻ്റെ തന്നെയല്ലേ? കംപ്ലീറ്റ് തേക്കാണ്, എല്ലാം തേക്കാണ്. അപ്പോൾ അതപ്പോൾ നമുക്കിപ്പോൾ ഗസ്റ്റ് റൂമാണ് അല്ലേ? ചുറ്റോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് റൂമാണ്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഗസ്റ്റ് റൂമൊക്കെ ഉള്ളത്. ഇവിടുന്ന് ഗസ്റ്റ് റൂമിൻ്റെ പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റ് റൂം മാറിക്കഴിഞ്ഞാൽ അപ്സ്റ്റെയറിലേക്കുള്ളൊരു പോർഷനാണ്. ഇവിടെ ഡൈനിങ് ഹാളുണ്ട്. ഇവിടെ നമുക്ക് കൊത്തുപണിയൊക്കെ കാണാം. ഈ 2 ബെഡ്റൂം അല്ലേ താഴെ? അത് നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. കിങ് സൈസ് ബെഡൊക്കെ ഇടാൻ ബെഡാണ് ഇട്ടേക്കുന്നത്. AC റൂമാണ്. ഇവിടെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള മരപ്പണി ചെയ്തിട്ടുണ്ട് അവർ. തേക്ക് തന്നെയാണ്, മൊത്തം നല്ല കാതലുള്ള തേക്ക് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം തേക്കിൻ്റെ പണി, മരപ്പണിയിലാണ് മാക്സിമം അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്ക് ടൈൽസൊക്കെ ഗ്രിപ്പിംഗ് ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കതക് കാണാം. ഇതൊക്കെ തേക്ക് തന്നെയാണ്. ഇവിടെ അതേമാതിരി ഫിക്സഡ് അലമാര തേക്കിൻ്റെ തന്നെയാണ്. ഫുൾ കാതലുള്ള ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് AC റൂം തന്നെ അല്ലേ? ഇവിടെയും കിങ് സൈസ് കട്ടിലിടാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഇതിലിപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ്. ഗ്രിപ്പിംഗ് ടൈൽസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിച്ചൻ്റെ പോർഷനാണ്.
ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പുണ്ടോ? പുകയില്ലാത്ത അടുപ്പല്ലേ? ആലുവ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് മഴയുടെ അന്തരീക്ഷമായതുകൊണ്ട് കുറച്ച് വാഷിംഗ് മെഷീൻ്റെ ഒരു പോർഷൻ ഉണ്ട്. വർക്ക് ഏരിയ, സെക്കൻഡ് കിച്ചൺ. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോവാം. അപ്സ്റ്റെയറിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് അപ്സ്റ്റെയറിലേക്ക് കൊണ്ടാണ്. ഇത് ഗ്രാനൈറ്റ് ഇല്ലേ സാറേ? ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെപ്പൊക്കെ. നല്ല ഇവിടെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. അതിനോട് ചേർന്ന് രണ്ട് സൈഡിലായിട്ട് ബെഡ്റൂം ഉണ്ട്. അപ്സ്റ്റെയറിൽ നമുക്ക് ഉള്ള ബെഡ്റൂമാണ്. നല്ല വലുപ്പത്തിൽ തന്നെയാണ്. ഇവിടെയും വുഡൻ വർക്കിലുള്ള അലമാരയുണ്ട്. ഫിക്സഡ് അലമാര തന്നെയാണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. മുകളിലത്തെ നമുക്ക് രണ്ടാമത്തെ റൂമാണ്. അപ്പോൾ ഇതിലും കിങ് സൈസ് കട്ടിലൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് അലമാര അതേമാതിരി തന്നെ തേക്കിൻ്റെ ഇത് തന്നെയാണ് പണിതേക്കുന്നത്. എല്ലാം തേക്കിൻ്റെ മരം വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം 4 BHK ആണ്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ. നമുക്ക് ഓപ്പൺ ടെറസിൻ്റെ പോർഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. മുകളിലേക്ക് നമ്മളിപ്പോൾ കയറുന്നില്ല. അപ്പോൾ 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലക്ഷറി വീടാണ്. ഇതിലിപ്പോൾ നമ്മൾ കണ്ടല്ലോ, കിണർ, വരിക്കപ്ലാവ്, മാവ്, തെങ്ങ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ബാൽക്കണിയിലെത്തിയിട്ടുണ്ട്. ബാൽക്കണിയിൽ നിന്ന് തൊടി മുഴുവൻ നമുക്ക് കാണാം. മൊത്തത്തിൽ 27 സെന്റ് സ്ഥലമാണ്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് അടുത്ത് തന്നെയാണ്. ഒരു 1/4 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള വീട് സ്ഥലമാണ് ഇതിപ്പോൾ. നമുക്കിപ്പോൾ മുറ്റത്തൊക്കെ നല്ല വണ്ടി നിർത്താൻ പറ്റിയ രീതിയിൽ ഒരു ഇന്റർലോക്ക് ഒന്നും പതിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ല സ്പേസ് ഉണ്ട്. ഓപ്പൺ ടെറസിന്റെ ഭാഗം നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ്. മുറ്റത്തൊരു വേപ്പ് മരമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ സാറേ, നമുക്കേ ഇത് എത്ര സെന്റ് സ്ഥലം എന്ന് പറഞ്ഞു? 27 സെന്റ് സ്ഥലം, 3200 സ്ക്വയർ ഫീറ്റ് വീട്. വേരിയേഷൻ വരുന്നുണ്ട്. 3200 സ്ക്വയർ ഫീറ്റ് വീട്, 27 സെന്റ് സ്ഥലം അല്ലേ? കിണറിനൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ കിണറിന്റെ പണി നമ്മൾ കൊല്ലംകോടുന്ന് ഡ്രസ് ചെയ്ത കല്ല് കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. 3 ലക്ഷം റുപ്യ കൊത്തിയ കല്ലുകൾ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് തന്നെ ഇപ്പൊ എടുത്ത് കയറ്റിട്ടുള്ളതാ. 3 ലക്ഷം റുപ്യ കിണറിന് മാത്രം വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കംപ്ലീറ്റ് വുഡനാണ്, തേക്കിന്റെ. വേറൊരു മരവും ഇല്ല ഇതില്. അല്ലാതെ നല്ല ഡെപ്പോ തേക്ക് എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ കാതലുള്ള തേക്ക് എടുത്തിട്ട്. അതെ സാർ, ഇതിന്റെ സ്ഥലത്തിനൊക്കെ എന്താ ഇവിടെ വില? 3.5 4. നല്ല ഇത് റോഡ് സൈഡായ കാരണം 4 റുപ്യ വരെ വിലയുണ്ട്. 27 സെന്റ് സ്ഥലമുണ്ട്, സ്ക്വയർ ഫീറ്റ് വീട്. അപ്പോ ഇതിപ്പോ ഈ സ്ഥലവും വീടും എല്ലാം പാടെ ചേർത്തിട്ടാകുമ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു വില? 1.30 ആണ്. ഇപ്പൊ 27 സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടിയിട്ട് ഇത്ര 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഇതെല്ലാം പാടെ അനുഭവങ്ങളും എല്ലാം കൂടി കൊടുത്തിട്ടാണ് അവർ ഉദ്ദേശിക്കുന്ന വില. 1.30 ലക്ഷം രൂപ. പിന്നെ 11.5 സെന്റ് സ്ഥലവും വീടുമായിട്ട് വരുന്നതാണ്. അങ്ങനെ 11.5 സെന്റ് സ്ഥലവും വീടും അങ്ങനെ വേണമെങ്കിലും തരാം. ബാക്കി സ്ഥലം അല്ലേ? അപ്പം ബാക്കി കറക്റ്റ് കിട്ടും, കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 90 റുപ്യ, 90,000 രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. 90 ലക്ഷം 90 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ മൊത്തത്തിലാണെങ്കിൽ 1,30,00,000
11 സെന്റ് സ്ഥലവും 5300 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും കൂടെ വില വരുന്നത് ഈ വിലയാണെന്നാണ് സാർ ഉദ്ദേശിച്ചത് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലായ ഒമേഗ എജ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം ആരോമൽ ജെ.